പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ സുപ്രധാന ഏടുകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ UAE-യും ബഹ്റൈനും സന്ദർശിച്ചത്. ഇരു രാജ്യങ്ങളും വത്തിക്കാനുമായി തുടർന്നത് ദശാബ്ദകാലം നീണ്ടുനിന്ന ശാശ്വതവും സൗഹൃദപരവുമായ ഊഷ്മള ബന്ധമായിരുന്നു. 2019 ഫെബ്രുവരി 9 അറേബ്യൻ ഉപദ്വീപിലെ ആദ്യമായി ഒരു മാർപ്പാപ്പ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നതിനും ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ലോകം സാക്ഷ്യം വഹിച്ചു. ആ ദിവസം അബുദാബിയിലെ സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിനകത്തും പുറത്തും വിവാ ഇൽ പാപ്പ എന്ന ഗാനങ്ങൾ അലയടിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവിനെ ആളുകൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവായി മാറിയത്. UAE-യിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നുമായി എല്ലാ പ്രായത്തിലുമുള്ള വ്യത്യസ്ത ദേശക്കാരായ 1,80,000-ലേറെ ആളുകൾ ദിവ്യബലിയിൽ പങ്കെടുത്തതായി പിന്നീട് അധികൃതർ അറിയിച്ചിരുന്നു. മാർപ്പാപ്പയുടെ ചരിത്ര പ്രധാനമായ 3 ദിവസത്തെ സന്ദർശനത്തിനായി വത്തിക്കാനിൽ നിന്ന് UAE-യിലേക്ക് പറന്നപ്പോൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനത്തിലും എത്തിച്ചിരുന്നു. മാർപ്പാപ്പയുടെ ചരിത്ര പ്രധാനമായ 3 ദിവസത്തെ സന്ദർശനത്തിനായി വത്തിക്കാനിൽ നിന്ന് UAE-യിലേക്ക് പറന്നപ്പോൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനവും എത്തിച്ചിരുന്നു. പോപ്പ് മൊബൈലിൽ യാത്ര ചെയ്യുമ്പോൾ മാർപ്പാപ്പയെ ഒരു നോക്ക് കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കം 10,000 തിരുവോരങ്ങളിൽ ഇടം പിടിച്ചു. 40,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം റാഫ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് എല്ലാ ക്രമീകരണങ്ങളും കുറ്റമറ്റതാക്കാൻ രാപ്പകൽ വീരമന്യെ പ്രവർത്തിച്ചത്. സ്റ്റേഡിയത്തിന് പുറത്ത് കൂറ്റൻ സ്ക്രീനുകളിൽ കുർബാന വീക്ഷിക്കുവാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്നു. UAE സഹിഷ്ണുത സഹവർത്തിത്വ സഹമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനും ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2022 നവംബർ 3 മുതൽ 6 വരെയായിരുന്നു ബഹ്റൈൻ സന്ദർശിച്ചത്. ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ രാജ്യം സന്ദർശിക്കുന്നത്. സംവാദം ശക്തിപ്പെടുത്തുന്നതിലും പ്രാദേശിക കത്തോലിക്ക സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. ബഹ്റൈൻ ഫോറം ഫോർ ഡയലോഗ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഫോർ ഹ്യൂമൻ കോക്സി സ്റ്റിൻസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും അൽ അഹ്സാൻ ഗ്രാൻഡ് ഇമാം ഉൾപ്പെടെ വിവിധ മത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. രാജ്യത്തെ കത്തോലിക്ക ജനതയ്ക്ക് വേണ്ടി മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുകയും യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കൂടാതെ ബഹ്റൈനിലെ നാഷണൽ സ്റ്റേഡിയത്തെ തടിച്ചുകൂടി 10,000-കണക്കിന് പേരെ മാർപ്പാപ്പ ആശീർവദിച്ചു. അബുദാബിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുർബാനയ്ക്ക് 3 വർഷം മുൻപ് അന്ന് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായിരുന്ന പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ 2016 സെപ്റ്റംബർ 15 വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടു. ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പുറമെ സമാധാനം, സുരക്ഷ, സ്ഥിരത, സഹിഷ്ണുത എന്നീ പൊതുമാനുഷിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടിയായിരുന്നു കൂടിക്കാഴ്ച. സെർബനി യാസ് ദ്വീപിലെ പുരാവസ്തു കണ്ടെത്തലുകൾ പ്രദർശിപ്പിക്കുന്ന ചിത്രപുസ്തകം ഷെയ്ഖ് മുഹമ്മദ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. ദ്വീപിലെ വിവിധ പുരാവസ്തു കണ്ടെത്തലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. AD 7-8 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചർച്ച്, ചരിത്രപരമായ സന്യാസി മഠം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ കൈമാറ്റം മേഖലയിലെ മതപരമായ സഹിഷ്ണുതയുടെ സഹവർത്തിത്വത്തിന്റെ ദൃഢമായ പാരമ്പര്യത്തെ അടിവരയിടുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ UAE നടത്തുന്ന ശ്രമങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രശംസിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള രാജ്യത്തിന്റെ മാനുഷികവും ജീവകാരുണ്യപരവുമായ സംരംഭങ്ങളെ പ്രകീർത്തിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഷെയ്ഖ ഫാത്തിമ ബിന്ത് മുഹമ്മദ് ആരംഭിച്ച സംരംഭത്തിലൂടെ നിർമ്മിച്ച സമാധാനത്തിന്റെ പരവതാനി ഷെയ്ഖ് മുഹമ്മദ് പോപ്പിന് സമ്മാനിച്ചാണ് മടങ്ങിയത്.